ഹലോ, ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഫുള്ള് എവിടെ നോക്കിയാലും ഇങ്ങനെ പൂക്കളാണ്, മൊത്തത്തിൽ ഇങ്ങനെ പച്ചപ്പൊക്കെ ആയിട്ട്. ഈ വെയിൽ വരുന്ന സമയമാകുമ്പോഴാണ് ഈ മഞ്ഞപ്പൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ രാവിലെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കും ഒരു മൊട്ട് പോലെ. വെയിലങ്ങോട്ട് വരുമ്പോഴത്തേനും എല്ലാം അങ്ങോട്ട് വിരിഞ്ഞ് അങ്ങോട്ട് ഭംഗിയിൽ അങ്ങോട്ട് നിൽക്കാൻ തുടങ്ങി. മരത്തിലൊക്കെ ഇങ്ങനെ ഫുൾ ഇലകളൊക്കെ വന്ന് തുടങ്ങി. കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാമോ. കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു എനർജിയാണ്. ഞാൻ ഈ വെയിലൊക്കെ അടിക്കുന്ന സമയത്ത് കുറച്ച് നേരം ഇങ്ങനെ ബാക്ക് യാർഡിൽ വന്ന് ഇങ്ങനെ ഇരിക്കും. ഞാൻ അവിടെ ഇരുന്ന് വെയിൽ കൊണ്ടുകൊണ്ടിരുന്നിരുന്ന സമയം പോയത് അറിഞ്ഞതേ ഇല്ല. വിവാൻകുട്ടി അപ്പോഴത്തേനും സ്കൂളിൽ നിന്ന് എത്തി. വന്നതേ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ശരി എന്നാൽ പിന്നെ കുറച്ച് പുട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും പാലും പഞ്ചസാരയും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? പുട്ടിൽ പഞ്ചസാര ഇട്ടിട്ട് എന്നിട്ട് പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ്. വിവാൻകുട്ടിക്ക് അത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അവന് കൊടുത്തു. ഇനി വഷിക്കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കണം. വേറെ പുട്ടില്ലായിരുന്നു. കൊടുത്താലും അവൾ തിന്നൂല. അവൾക്ക് ഈ കോമ്പിനേഷനൊന്നും വലിയ ഇഷ്ടമൊന്നുമുള്ളതല്ല. അപ്പോൾ ഇന്നത്തെ സ്നാക്ക് കണ്ടാലോ. ഒരു 2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്ത് വെച്ചു. പിന്നെ നമുക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിയണേ, അതും പിന്നെ ഒരു സവാളയുടെ പകുതി മതി, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട്. പിന്നെ അതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട്, മല്ലിയില വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് യോജിപ്പിക്കണം. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ചെറിയ എന്താണ് ഈ ഒരു ഷേപ്പുണ്ട് നമ്മുടെ കൈ വെച്ചിട്ടുള്ള ഒരു ബുള്ളറ്റ് ഷേപ്പ് എന്ന് പറയാം. ഞാൻ ഇതിനൊരു പേര് ഇട്ടു, അവൽ ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ എല്ലാം കൂടെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ, നമ്മൾ ഈ കോൺഫ്ലവറൊക്കെ ചേർത്തത് കൊണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു ചെറിയൊരു മസാല ഉണ്ടാക്കണം. കുറച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഞാൻ കുറച്ച് ഗാർലിക് പൗഡർ ഇടുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ വേണ്ടത് പൊടിച്ച പഞ്ചസാരയും ഇച്ചിരി ഉപ്പും കൂടെ വേണം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബുള്ളറ്റിനെയെല്ലാം ആ മസാലയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യണം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കുർക്കുറയൊക്കെ മേടിക്കത്തില്ല, ആ ഒരു ടേസ്റ്റിൽ കിട്ടും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് വെളിയിൽ പോവാം, കുറച്ച് നേരം നടന്നിട്ട് വരാമെന്ന്. നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു. അങ്ങനെ നമ്മൾ സ്ഥിരം വരാറുള്ള ഒരു പാർക്കുണ്ട് ഷോപ്പിംഗ് മോളിനടുത്ത്. അപ്പോൾ അവിടോട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും വരുമ്പോൾ ആ പ്ലേ ഏരിയയിൽ പിള്ളേരെ കളിപ്പിക്കുക, അത്രേ ഉള്ളൂ. നമ്മളിങ്ങോട്ട് താഴോട്ടൊന്നും അങ്ങനെ നടന്നിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ വിചാരിച്ചു ഇവിടെ ഫുള്ളൊന്ന് ചുറ്റി ഒന്ന് കറങ്ങി വരാമെന്ന്. നടക്കാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. അങ്ങനെ പാത്തൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. ഇവർക്ക് എന്തെളുപ്പമല്ലേ ഇങ്ങോട്ട് വന്ന് പാർക്കിൽ വരാൻ. ടക്കെന്ന് ഓടി വരും. കുറേ വലിയ വലിയ മരങ്ങളൊക്കെ മുറിച്ചേക്കുന്ന നോക്ക്. എന്തിനാണ് അറിയത്തില്ല, പക്ഷെ അതിനൊരു കേടൊന്നുമില്ല. നോക്ക്, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണ്. പക്ഷെ നിഴലായിട്ട് നിന്നല്ലേ, എന്തിനായിരിക്കും മുറിച്ചത്? പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അതായിട്ട് വീണതൊന്നും അല്ല എന്തായാലും. നേരത്തെ ഈ ഒരു മരത്തിലൊന്നും ഒരു ഇല പോലും ഇല്ലായിരുന്നു. ഇപ്പം നമ്മുടെ എല്ലാത്തിലും ഇലയൊക്കെ ഇങ്ങനെ തളിർത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു മരം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു മരവും ആകാശം കൂടെ നോക്കിക്കോ, ഒരു സീനറി പോലെയല്ലേ. ഇങ്ങനെ നമ്മളൊരു ഫോട്ടോ എടുത്ത് വെച്ചാൽ അടിപൊളിയായിരിക്കും അല്ലേ. വീട്ടിലൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാൻ നന്നായിരിക്കും. ഏട്ടനാണ് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. എവിടെ പോയാലും ഫുൾ ടൈം ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ്, ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെയാണ്. കുറച്ച് റീൽസൊക്കെ എടുത്തു. ആ റീൽസിന് വേണ്ടിയുള്ള ഷൂട്ടിങ്ങാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രസമുണ്ട് കാണാനും. എന്താ പറയുക, നിങ്ങളെ കൂടെ എല്ലാ കാഴ്ചകളും ഇവിടുത്തെ സ്ഥലങ്ങളും ഇവിടുത്തെ പ്രകൃതിയൊക്കെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം എടുക്കണം കേട്ടോ. അപ്പം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ഇഷ്ടമുള്ളവരാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ നടക്കാൻ. ഇപ്പം ഇങ്ങനെ ഇലയൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയാണ് കാണാൻ. കുറച്ചുകൂടെ കഴിയുമ്പോൾ വന്ന് കാണാൻ അടിപൊളിയായിരിക്കും കേട്ടോ. എല്ലാം ഇങ്ങനെ ഇലയൊക്കെ വന്ന് പൂത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ബ്യൂട്ടിഫുൾ. ഞങ്ങളെന്നും പാർക്കിൽ അവിടെ വരെ വരും, ഇങ്ങോട്ടങ്ങനെ നടക്കാൻ വന്നിട്ടില്ല. ഒരാൾ അവിടെ നിന്ന് നോക്ക്, ഇതുവരെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞില്ല ഏട്ടൻ. ആ മരത്തിന് തിരിച്ചും മറിച്ചും ഒക്കെ നിന്ന് ഫോട്ടോ എടുപ്പ് തൊട്ട് വെക്കാൻ പോയിരിക്കണം.
ഭയങ്കര ഇഷ്ടമാണ് മരമൊക്കെ. ഏട്ടാ ഏട്ടാ ക്യാമറ വെള്ളത്തിൽ പോകാൻ പറ്റൂല. അയ്യടാ, ഇത്രയും ദിവസം നമ്മൾ ഈ പാർക്കിൽ വന്നിട്ട് ഈ വെള്ളം പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഇന്ന് നമ്മളവിടെ നിന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു പട്ടി വന്ന് ഇതിനകത്ത് വന്ന് കളിക്കുന്നത് കണ്ടു. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ കൂടെ വെള്ളം പോകുന്നുണ്ടെന്ന്. ഒരു കുഞ്ഞു പട്ടി അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് എപ്പം നോക്കിയാലും എൻ്റെ പുറകെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഞാൻ അതാണ് പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയത്. അതിൻ്റെ ഇടയിലാണ് കയ്യിൽ മുള്ളും കുത്തിയത്. ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല ആ ചെടിയിൽ മുള്ളുള്ള കാര്യം. എടുക്കാൻ പറ്റാന്നൊക്കെ എടുക്കടാ. ഇതും അതും കൂടെ ഇടണം. സ്ട്രോങ് ആയി. സ്ട്രോങ് ആയടാ നീ. ഓ, ആവശ്യമാടാ ഇത്. നല്ല പാടുണ്ടോ? പൊങ്ങുന്നതൊക്കെ എടുക്ക്. അച്ഛനെ സ്ട്രോങ് ആയി. അങ്ങനെ കുറേ നേരം പാർക്കിലൊക്കെ കളിച്ചിട്ട് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഞാൻ വൈകിട്ട് ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി, ഒരു നാടൻ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ. എന്നിട്ട് ഇതിൻ്റെ കൂടെ പൊറോട്ടയും കൂടെ കൂട്ടി കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് കാരണം കിലുക്ക സിനിമയിലെ കോമഡി ഇല്ലേ, പൊരിച്ച കോഴീൻ്റെ മണം, ആ ഒരു കോമഡി കണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക്. അപ്പം തുടങ്ങിയതാണ് ഈ ഒരു ആഗ്രഹം. പിന്നെ പൊറോട്ട കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചപ്പാത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ചില സമയത്ത് എനിക്കിങ്ങനെ ഓരോ വട്ട് തോന്നും, ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പശുക്കുട്ടി ഇവിടെ എന്തോ ഒരു സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനാണ് ഏട്ടനുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക.